ഗായ്സ്, ഇന്ന് എന്നും നീക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നയിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വൈകുണ്ഠ ഏകാദശിയാണ് കേട്ടോ. തിരുവാതിര ഏകാദശിയുടെ മുന്നേയുള്ള ഏകാദശിയാണ്. നീറ്റ ഉടനെ തന്നെ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അടിച്ചു വാരണം, അതുപോലെ തുടയ്ക്കണം. ഉള്ളിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരാനുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായ മുറ്റതായതുകൊണ്ട് തന്നെ കുറച്ച് അടിച്ചു വാരാനുണ്ട്. അമ്മ ചണകം മെഴുക്കോളം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് നിൽക്കുന്നത് ഈറനോടെയാണ്. ചന്ദനം അരയ്ക്കുന്നുണ്ട് മുട്ടിയിൽ. ചന്ദനം അരച്ച് നമ്മൾ പൂവും നീരും കുടിക്കുകയാണ് കേട്ടോ. തുളസി പറിക്കാൻ പാടില്ല, അതുകൊണ്ട് തുളസി മരത്തിൽ തന്നെ 3 വട്ടം നമ്മൾ പൂവും നീരും കുടിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലോണം തുളസിയൊന്ന് വലം വെക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പൂവും നീരും കുടിച്ചതിന് ശേഷം നമ്മളിതേ വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈറനോടെ തന്നെയാണ് വിളക്കും വെക്കുന്നത് കേട്ടോ. വിളക്ക് വെച്ച് കഴിഞ്ഞു ഇതേ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയ്ക്ക് കയറണം കേട്ടോ. അങ്ങനെ അതേ വിളക്കൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണ് നേരെ അടുക്കളയിൽ കയറി ഇതേ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോഴേക്കും മാമ അതേ താഴെ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാലെടുത്ത് കൊണ്ടുവന്നു. ഇതേ പാലും പാർന്നു കേട്ടോ. പാല് പാർന്ന് അങ്ങനെ പാലും കൂടെ തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ നമുക്ക് അരിഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കഴിക്കുന്നത് റവ ഉപ്മാവാണ്. റവ നന്നായിട്ട് പ്ലേറ്റിലിട്ട് നോക്കണം കേട്ടോ. കാരണം അതിൽ ചിലപ്പോൾ അരിമണിയോ അല്ലെങ്കിൽ പുഴുക്കളോ ജന്തുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഞാനതേ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ റവയിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ റവ ഉപ്മാവ് ഉണ്ടാക്കാൻ വെച്ചു. അങ്ങനെ അതേ നല്ല രാവിലെ തന്നെ തണുത്ത വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവ ഉപ്മാവിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കൂവെള്ളമാണ്. അങ്ങനെ അതേ കൂവ വെള്ളം നമ്മുടെ റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ.